പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടനകളെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ട്, ഇന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് SDPI. ഈ രണ്ട് സംഘടനകളുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ട് വരുന്നത്. എന്നാൽ ഇവർ മാത്രമല്ല, കേരളത്തിൽ നടത്തിയിട്ടുള്ള നിരവധി കൊലപാതകങ്ങളുണ്ട്. മനസ്സിലായില്ലേ? രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ഇതിനകത്ത് ചില പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതും പറയുന്നുണ്ട്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഈ മൗലികവാദികളായിട്ടുള്ള ആളുകൾ, മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതാ ഈ പറയുന്ന ആൾക്ക് ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്നു എന്നതാണ്, ഇസ്ലാം വിരുദ്ധത. ഇങ്ങനെയാണ് പ്രതിരോധിക്കുക. എന്നല്ലേ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ ഇസ്ലാമിനെതിരാണ് ഇദ്ദേഹം. ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1400-ഉം 100-ഉം തമ്മിൽ എത്ര വ്യത്യാസം അല്ലേ? 1400 എന്താ? ഇസ്ലാം മതം ലോകത്ത് ആവിർഭവിച്ചിട്ട് 1400 വർഷമായി. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് ആവിർഭവിച്ചിട്ട് 100 വർഷമേ ആയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനം ഇപ്പോൾ 1941-ലാണ് മൗദൂദിയുടെ നേതൃത്വത്തിൽ. 1928-ൽ ഈജിപ്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് മുസ്ലിം ബ്രദർഹുഡ്. എന്താ മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുദ്രാവാക്യം? അള്ളാഹു ആണ് ഞങ്ങളുടെ നാഥൻ, ജിഹാദാണ് ഞങ്ങളുടെ മാർഗം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണമടയുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇതാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ആശയത്താൽ പ്രചോദിതമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകൾ ചേരുന്നത്. ആ സംഘപരിവാർ ശക്തികൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 32,000 ചെറുപ്പക്കാർ ISL ചേർന്നു എന്നൊക്കെ. അതൊക്കെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ പോയിട്ടുണ്ടല്ലോ, സിറിയയിൽ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. എന്താ അവരുടെ? ഇതാണ് മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. സിയാബുദ്ദീൻ സർദാർ ലോകപ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, സ്വർഗം തേടി എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വർഗം തേടി. അപ്പോൾ സ്വർഗം തേടി ഇസ്ലാം മതവിശ്വാസികൾ അലയുന്നു. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എന്താ? ഇവിടെ നിന്ന് ISലേക്ക് പോവുക, റിക്രൂട്ട് ചെയ്യപ്പെടുക, എന്നിട്ട് സിറിയയിൽ പോവുക, സിറിയയിൽ അവിടുത്തെ മിലിറ്ററി ആയിട്ട് യുദ്ധം ചെയ്യുക, എന്നിട്ട് മരണമടഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവും. ആ സ്വർഗത്തിലേക്ക് പിന്നെ ഗേറ്റൊന്നും ഉണ്ടാവില്ല. സിറിയൻ പട്ടാളവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടാൽ. ഇതല്ലേ IS മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം തന്നെയാണ് അബ്ദുല്ല മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനത്തിലൂടെ പ്രഖ്യാപിച്ചത്. അവർ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മതനിരപേക്ഷമായിട്ടുള്ള ദേശീയത അംഗീകരിക്കുന്നില്ല. അവരെന്താ പറയുന്നത്? ലോകത്തിലെമ്പാടുമുള്ള ഇസ്ലാം മതസ്ഥർ യോജിക്കണം,